ഹായ് ഗെയ്സ്, ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം നാളെ നമുക്ക് SSLC എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം SSLC എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അതുപോലെ തന്നെ നമ്മളത്രയും കോൺസെൻട്രേഷൻ കൊടുത്ത് എഴുതേണ്ട ഒരു എക്സാം കൂടെയാണ്. ഓക്കെ, ഫൈനൽ എക്സാമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ കൂൾ ഓഫ് ടൈമാണ്. ആ ഒരു 15 മിനിറ്റിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. കൂളായിട്ട് ഇരുന്നു കൊണ്ട് വായിച്ച് നോക്കുക. അതിനാണ് നമ്മൾ കൂൾ ഓഫ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നല്ലപോലെ വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം. ആഫ്റ്റർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക, ഏതൊക്കെ നമുക്കറിയാമെന്നുള്ളത്. പിന്നെ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആദ്യം എഴുതുക, ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളത് അവസാനം എഴുതി വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മുതൽക്കേ 1-2 മാർക്കിൻ്റെ എഴുതി പോയി കഴിഞ്ഞാൽ വലിയ മാർക്കിൻ്റെ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണ്ടാവില്ല, സമയം കിട്ടുന്നുണ്ടാവില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി വയ്ക്കുക. ആഫ്റ്റർ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ 1.5 മണിക്കൂറാണ് എക്സാം എങ്കിൽ നിങ്ങൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എക്സാം എഴുതി തീർക്കാൻ നോക്കുക. ഓക്കെ, ബാക്കി അരമണിക്കൂറാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഹെഡിങ് എഴുതിയിട്ടുണ്ടാവില്ല, ബോക്സ് വരഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ടെൻഷൻ റിലീഫ് ആക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അവറിൻ്റെ ഉള്ളിൽ എക്സാം എഴുതി തീർത്ത് ബാക്കി ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കറക്ഷൻ, അതായത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനാണ് നമുക്ക് ഈ 1.5 മണിക്കൂർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നന്നായിട്ട് എക്സാംസ് എഴുതാൻ ശ്രമിക്കുക. മാർക്കിന് അടിസ്ഥാനമാക്കിയിട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾ പോയിൻ്റഡ് ആക്കി എഴുതുകയാണെങ്കിൽ അത്രയും നന്നായി. കാരണം ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒരുപാട് വലിച്ചുവാരി എഴുതിയിട്ട് അവസാനം ഒന്നുമില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിൻ്റഡ് ആക്കിയിട്ട് എഴുതുക. ആഫ്റ്റർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. 1 അവർ കൊണ്ട് 1.5 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് എക്സാം എഴുതുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.